വർഷങ്ങൾക്ക് ശേഷം വാറുണ്ണി ജയിലിൽ നിന്നും പുറത്തിറങ്ങി. വാറുണ്ണിക്ക് എല്ലാവരോടും നേരിട്ട് ഇടപെടാൻ വല്ലാത്ത ചമ്മലുണ്ടായിരുന്നു. എന്താണ്, എങ്ങനെയാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ അവസ്ഥ എന്നൊന്നും വാറുണ്ണിക്ക് വലിയ നിശ്ചയമൊന്നും ഇല്ലല്ലോ. അങ്ങനെ വാറുണ്ണി എത്തിയത് ഞാൻ നിങ്ങളെ കാത്തിരിക്കും എന്ന് പറഞ്ഞ ഭാഗ്യലക്ഷ്മിയുടെ അടുത്തോട്ടാണ്. ഭാഗ്യലക്ഷ്മി ആകെ അന്താളിച്ചു നിന്നു. പെട്ടെന്ന് വാറുണ്ണിയെ കണ്ടപ്പോൾ ആരും പ്രതീക്ഷിക്കാതെ പെട്ടെന്നായിരുന്നു വാറുണ്ണിയുടെ ജയിൽ മോചനം. പെട്ടെന്ന് കണ്ടപ്പോൾ ആകെ അന്താളിച്ചെങ്കിലും ഒരുപാട് കരഞ്ഞു. ഒരുപാട് സങ്കടങ്ങളെല്ലാം പറഞ്ഞു. ഞാൻ കാരണമല്ലേ നിങ്ങൾ ജയിലിൽ പോകേണ്ടി വന്നത് എന്നെല്ലാം പറഞ്ഞു ഒരുപാട് കരഞ്ഞു. പക്ഷേ വാറുണ്ണി പറഞ്ഞു, എനിക്ക് അന്നക്കുട്ടിയെ ഒന്ന് കാണണം, അവളോട് ക്ഷമ ചോദിക്കണം എന്നെല്ലാം പറഞ്ഞു. ഇപ്പോൾ അങ്ങോട്ട് പോകണോ എന്ന് ഭാഗ്യലക്ഷ്മി ചോദിച്ചു. പക്ഷേ പോവാതിരിക്കാൻ പറ്റില്ല. എൻ്റെ മനസാക്ഷിയോട് ഞാൻ ചെയ്യുന്ന തെറ്റായിരിക്കും പോയിട്ടില്ലെങ്കിൽ. അങ്ങനെ വാറുണ്ണിയെ കണ്ടപ്പോൾ അന്നക്കുട്ടിക്ക് വലിയ വ്യത്യാസം ഒന്നും ഇല്ലായിരുന്നു. സങ്കടവും ദേഷ്യവും എല്ലാം അടങ്ങിയൊരു മുഖമായിരുന്നു. ആ സമയത്ത് വാറുണ്ണി ഒരുപാട് ക്ഷമ ചോദിച്ചു. പക്ഷേ അന്നക്കുട്ടിക്ക് വിഷമം കൊണ്ടായിരുന്നു അങ്ങനെ പെരുമാറിയത്. ഞാൻ കാരണം നിങ്ങൾ അനുഭവിച്ചു. എൻ്റെ അനിയൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് അബദ്ധവശാൽ കൊല്ലപ്പെട്ടതാണ്. പക്ഷേ അതിനുള്ള ശിക്ഷ നിങ്ങൾ അനുഭവിച്ചില്ലേ. ഇനി അതും മനസ്സിൽ വെച്ച് നടന്നിട്ട് കാര്യമില്ല. അതിനുള്ള ശിക്ഷ നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു. ഇനിയും ഞാൻ നിങ്ങളെ ശിക്ഷിച്ചാൽ അത് ദൈവം പോലും പൊറുക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ സംസാരത്തിനിടയിലാണ് വാറുണ്ണി മനസ്സിലാക്കുന്നത് ഇപ്പോഴും അന്നക്കുട്ടി വിവാഹം കഴിച്ചിട്ടില്ല. അച്ഛനാവട്ടെ മരണപ്പെട്ടു, സഹോദരനും കൊല്ലപ്പെട്ടു. ഇനി അവൾക്ക് ആരുമില്ല, അവൾ ഒറ്റയ്ക്കാണ് ഇപ്പോഴും ജീവിക്കുന്നതെന്ന്. പക്ഷേ അന്നക്കുട്ടി പറഞ്ഞു, ഇത് എൻ്റെ വിധിയാണ്, എനിക്ക് ദൈവം വിധിച്ച ജീവിതം ഇതാണ്, ഞാൻ ഇതിനോട് പൊരുത്തപ്പെട്ടു. ഇപ്പോൾ വളരെ സന്തോഷത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്. ഇനിയൊരു വിവാഹത്തെപ്പറ്റി ഞാൻ ചിന്തിക്കുന്നില്ല. ഇതാണ് മരണം വരെ എൻ്റെ ജീവിതം. ഈ ജീവിതം ഞാൻ ആസ്വദിക്കുന്നുമുണ്ട്. വാറുണ്ണി ഇതെല്ലാം ഭാഗ്യലക്ഷ്മിയോട് പറഞ്ഞു. ഭാഗ്യലക്ഷ്മി പറഞ്ഞു, അന്ന് നിങ്ങളെ ജയിലിൽ കൊണ്ടുപോയതിന് ശേഷം എടുത്ത തീരുമാനമാണത്. നിങ്ങളെ വിവാഹം ചെയ്യണം എന്നായിരുന്നല്ലോ തീരുമാനിച്ചത്. പിന്നീട് ഞാൻ എല്ലാ സത്യങ്ങളും അന്നക്കുട്ടി ചേച്ചിയോട് പറയുകയായിരുന്നല്ലോ. അച്ഛൻ ഇടപെട്ട് ഒരുപാട് സംസാരിച്ചു നോക്കിയെങ്കിലും അന്നക്കുട്ടി ചേച്ചി സമ്മതിച്ചില്ല. അപ്പോഴാണ് വാറുണ്ണി അച്ഛനെ പറ്റി തിരക്കുന്നത്. അപ്പോൾ അറിഞ്ഞു, അച്ഛൻ ഇന്ന് ജീവിച്ചിരിപ്പില്ല. ഇന്ന് ഈ ലോകത്തിനോട് തന്നെ വിട പറഞ്ഞ് അച്ഛൻ പോയിട്ടുണ്ട്. ഈ വിവരമെല്ലാം വാറുണ്ണി ഇപ്പോഴാണ് അറിയുന്നത്. പുതുതായി ഒരു സ്ഥലത്തെത്തി അവിടുത്തെ അവസ്ഥകൾ എല്ലാം അനുഭവിച്ച് അറിയുന്നത് പോലെയാണ് വാറുണ്ണിക്ക് തോന്നിയത്. വർഷങ്ങളോളം നാട്ടിലില്ലാതെ പെട്ടെന്ന് വന്നപ്പോൾ ഞാൻ കണ്ടിരുന്ന പലരും ഇന്നില്ലാന്ന് വാറുണ്ണി അറിഞ്ഞു. പിന്നീട് ഭാഗ്യലക്ഷ്മി വാറുണ്ണിയുടെ വേഷവും കോലവും എല്ലാം ഒന്ന് മാറ്റിയെടുത്തു. ഇപ്പോൾ വാറുണ്ണി നടക്കുന്ന കോലവും വേഷവും കണ്ടാൽ ആ ഗ്രാമത്തിൽ പോലും അത്ര നല്ലൊരാൾ ഇല്ല. കാരണം അത്രയും സുന്ദരനായാണ് ഇപ്പോൾ വാറുണ്ണിയുടെ നടത്തം. ഇനി ആ കാട്ടുവാസികളുടെ രൂപവും കോലവുമൊന്നും നമുക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഭാഗ്യലക്ഷ്മി അടിമുടി വാറുണ്ണിയെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇതിനിടയിൽ അവരുടെ വിവാഹവും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വാറുണ്ണി പുലിയെ കൊന്നതുകൊണ്ട് തന്നെ ഭാഗ്യലക്ഷ്മി വാറുണ്ണിയെ വിവാഹം കഴിക്കുകയുള്ളൂ. കാരണം അവളുടെ എല്ലാമായ അമ്മയെ കൊണ്ടുപോയ പുലിയെ കൊന്ന് പകരം വീട്ടിയത് വാറുണ്ണിയാണ്. അതുകൊണ്ട് തന്നെ ആ വാറുണ്ണിയെ തന്നെ തൻ്റെ ജീവിത പങ്കാളിയായി താൻ സ്വീകരിക്കുമെന്ന് ആദ്യമേ വാക്ക് കൊടുത്തിട്ടുള്ളതായിരുന്നു. ഇന്നും ആ ഗ്രാമത്തിലുള്ളവർ കൃഷി ചെയ്തും കന്നുകാലികളെ വളർത്തിയും ഒക്കെയാണ് ജീവിക്കുന്നത്. ആ ഗ്രാമം ഇന്നും ഒരുപാട് വികസനങ്ങൾ വന്നെങ്കിൽ കൂടി അവരുടെ തനി കേരളത്വം അവർ മറന്നിട്ടില്ല. ഇന്ന് ആ നാട്ടിലുള്ള ഓരോ വീടുകളുടെ രൂപവും കോലവും മാറി. ആ നാട്ടിലുള്ള ഓരോരുത്തർക്കും വാറുണ്ണിയോടുള്ള കാഴ്ചപ്പാടെ മാറിപ്പോയി. ഇന്ന് വാറുണ്ണി ആളാകെ മാറി. കൃഷിയെല്ലാം ചെയ്ത് കുടുംബമായി വളരെ സന്തോഷത്തിൽ നല്ല നിലയിൽ ജീവിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടാനും മറക്കരുത്. ഒരുപാട് നാളായി നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഈ വീഡിയോ ചെയ്യാനായിട്ട് പറയുന്നു. ഇനി നിങ്ങൾ ഓരോരുത്തരും ഏത് സിനിമയാണ് ഇനി ചെയ്യേണ്ടത് എന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ എൻ്റേതായ കുഞ്ഞു ഭാവനയിൽ തോന്നുന്ന സ്റ്റോറിയുമായി ഇനി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.